ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്തുടർന്ന് കൊലപ്പെടുത്തുമെന്ന് ഇറാൻ. കുട്ടികളെ കൊല്ലുന്ന കുറ്റവാളി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുടർന്ന് അയാളെ ഇല്ലാതാക്കുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ അറിയിച്ചത്. കുറച്ച് ദിവസമായി നെതന്യാഹുവിനെ പൊതുവേദികളിൽ കാണാറില്ലെന്നാണ് റിപ്പോർട്ട്. മാർച്ച് 12-നാണ് ഇസ്രായേൽ അവസാനമായി നെതന്യാഹുവിന്റെ വീഡിയോ പുറത്തുവിട്ടത്. വീഡിയോ AI നിർമ്മിതമാണെന്നും അദ്ദേഹത്തിന്റെ ഒരു കൈയിൽ 6 വിരലുകൾ ഉള്ളതായി തോന്നിപ്പിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും വാർത്തകൾ ഇസ്രായേൽ തള്ളുകയാണ് ഉണ്ടായത്. നെതന്യാഹുവിനെ കൊലപ്പെടുത്തുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയെന്ന വാർത്തകൾ പശ്ചിമേന്ത്യയിൽ വീണ്ടും സംഘർഷം ശക്തമാക്കുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള രാഷ്ട്രീയവും സൈനികവുമായ സംഘർഷം ഏറെക്കാലമായി തുടരുകയാണ്. പ്രത്യേകിച്ച് ഗാസ യുദ്ധവും പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യവും കടുപ്പം പിടിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്കേറ്റം കൂടുതൽ ശക്തമായി. ഇറാനുമായി ബന്ധമുള്ള ചില സൈനിക ഗ്രൂപ്പുകളും നേതാക്കളും നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികളെയും പ്രാദേശിക സ്വാധീനത്തെയും എതിർക്കുന്നതാണ് ഈ വൈര്യത്തിന്റെ പ്രധാന കാരണം. അതേസമയം ഇറാൻ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളെ ശക്തമായി വിമർശിക്കുകയും പലസ്തീനിയൻ ജനതയെ പിന്തുണക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പോലുള്ള ഇറാന്റെ ശക്തമായ സൈനിക സംഘടനകൾ ഇസ്രായേലിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്നതായി പലപ്പോഴും കാണാറുണ്ട്. ഇതിന് മറുപടിയായി ഇസ്രായേൽ സർക്കാർ രാജ്യത്തിന്റെ സുരക്ഷ ശക്തമാക്കിയതായും നെതന്യാഹുവിന്റെ സുരക്ഷയ്ക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിൽ പശ്ചിമേന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ സങ്കീർണമാകുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഇരു രാജ്യങ്ങളെയും സംഘർഷം കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വാക്കേറ്റങ്ങളും പരസ്പര ഭീഷണികളും തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നെതന്യാഹു പൊതുവേദികളിലധികം പ്രത്യക്ഷപ്പെടാത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. ഇസ്രായേലിലെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ ചർച്ചകളും ഇതിന് പ്രധാന കാരണങ്ങളാകാമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഗാസ സ്ട്രൈപ്പ് മേഖലയിലെ സംഘർഷം തുടരുന്നതിനാൽ സുരക്ഷാ യോഗങ്ങൾക്കും സൈനിക തലത്തിലുള്ള ആലോചനകൾക്കും നെതന്യാഹു കൂടുതൽ സമയം ചെലവഴിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ സർക്കാരിലെ പ്രധാന നേതാക്കളും സൈനിക ഉദ്യോഗസ്ഥരും ചേർന്ന് രാജ്യത്തിന്റെ സുരക്ഷാ നിലപാട് വിലയിരുത്തുന്ന നിരവധി അടിയന്തര യോഗങ്ങൾ നടക്കുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി പൊതുപ്രവർത്തനങ്ങൾ നിന്നും താൽക്കാലികമായി മാറി നിൽക്കുന്നത് സ്വാഭാവികമാണെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. അതേസമയം നെതന്യാഹുവിന്റെ അഭാവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വിവിധ തരത്തിലുള്ള അനുമാനങ്ങളും പ്രചരിക്കുന്നത് ചിലർ ഇത് സുരക്ഷാ കാരണങ്ങളാണെന്നാണ് പറയുമ്പോൾ മറ്റു ചിലർ ആരോഗ്യ പ്രശ്നങ്ങളോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ കാരണമായിരിക്കാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയെ കൊല്ലുമെന്ന് വീഡിയോയിൽ നെതന്യാഹു ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം നെതന്യാഹു എവിടെയാണെന്ന് നിരൂപക കാൻഡസ് ഓവൻസും ചോദിച്ചു. എന്നാൽ നെതന്യാഹുവിന്റെ മരണവാർത്തകൾ അദ്ദേഹത്തിന്റെ ഓഫീസ് നിഷേധിക്കുകയാണുണ്ടായത്. നെതന്യാഹു സുഖമായിരിക്കുന്നുവെന്നാണ് ഓഫീസ് വ്യക്തമാക്കിയത്. ചില ഉപയോക്താക്കൾ അദ്ദേഹത്തിന്റെ മകൻ യയർ നെതന്യാഹു സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.